തൃശൂർ മാളയിൽ ഡി സോൺ കലോത്സവത്തിനിടെ കെഎസ്യു എസ്എഫ്ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി സംഘർഷത്തെ തുടർന്ന് കലോത്സവം നിർത്തിവെച്ചു. 10ലധികം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഈ സംഘർഷത്തിന് കാരണം? ഇന്നലെ രാത്രിയിലായിരുന്നു ഇങ്ങനെ വലിയൊരു കൂട്ടത്തല്ല് വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിച്ചിരുന്ന് ഏറ്റുമുട്ടിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി സോൺ കലോത്സവം മാള ഹോളിഡേസ് കോളേജിൽ നടന്നു വരികയാണ്. ഇന്ന് സമാപിക്കേണ്ടിരുന്ന കലോത്സവമാണ്. പക്ഷേ ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്ത് സംഘർഷം ആരംഭിച്ചത്. മത്സരാർത്ഥികളും സംഘാടകരും തമ്മിലായിരുന്നു ആദ്യം സംഘടന ആരംഭിച്ചത്. പിന്നീട് ഈ സംഘർഷം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. എസ്എഫ്ഐ, കെഎസ്യു വിദ്യാർത്ഥികൾ തമ്മിലാണ് ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. കണ്ണിൽ കണ്ടതെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. കസേര ഉൾപ്പെടെ, കമ്പിവടി, വടി ഉൾപ്പെടെ ഉള്ളവ എടുത്ത് അടിച്ചു. അതുപോലെ കല്ലുകൾ ഉപയോഗിച്ചും ഇരു വിഭാഗം വിദ്യാർത്ഥികളും തമ്മിൽ തല്ലി. ഈ സംഘടന കടുത്തതോടെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാവുന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ലാത്തി വീശുന്ന ഒരു ഘട്ടം വരെ എത്തി. 10ഓളം വിദ്യാർത്ഥികൾക്ക് ഈ സംഘടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരു വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. എസ്എഫ്ഐയിലെ കേരളവർമ്മ കോളേജ്, തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇന്ന് സമാപിക്കേണ്ട ഈ കലോത്സവം ഇന്നലെ ഉണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനിടെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായതായിട്ടാണ് കെഎസ്യു പ്രവർത്തകർ പറയുന്നത്. അതായത് കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ഗോകുലടക്കം 10ഓളം പേര് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു, ചാലക്കുടി ഭാഗത്തേക്ക്. ഇതിനിടെ ചാലക്കുടി മുരിങ്ങൂരിലുള്ള ഒരു പമ്പിന് സമീപത്ത് വെച്ചിട്ട് എസ്എഫ്ഐ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘം ചേർന്ന് ഇവരെ ആംബുലൻസ് നേരെ ആക്രമണം അഴിച്ചുവിട്ടു എന്നും ഈ ഗോകുല് പറയുന്നുണ്ട്. എന്തായാലും അവർ ഉടനടി സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചതിനാൽ മാത്രമാണ് അവർക്ക് ജീവൻ രക്ഷിക്കാനായതെന്നൊരു ഒരു ആരോപണവും ഗോകുൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് കെഎസ്യുവിന്റെ ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയിട്ടുണ്ട്. ഗോകുൽ ഈ മുരിങ്ങൂരിലുള്ള ഒരു പമ്പിന് സമീപത്ത് നിർത്തിയിട്ട സമയത്താണ് ഇവർ ആംബുലൻസിന് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതെന്നാണ് ഒരു ആരോപണം. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷ ദൃശ്യങ്ങളിൽ കാണാം. വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ രീതിയിലുള്ള അടി തന്നെയായിരുന്നു. കസേര ഉൾപ്പെടെ വീണ് കിടക്കുന്ന വിദ്യാർത്ഥിയെ ഉൾപ്പെടെ പലരും വന്ന് തല്ലി ചതയ്ക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ ഉണ്ട്. അത്ര വലിയൊരു അടി തന്നെയായിരുന്നു. ഒരു നിലയ്ക്കും സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ലാത്തി വീശുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തി. കലോത്സവം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ മത്സരാർത്ഥികളും സംഘാടകരും തമ്മിലുള്ള ഈ വിധിന്യായത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഉണ്ടായത്. ഈ തർക്കത്തിലേക്ക് പിന്നീട് ഇരുവിഭാഗം വിദ്യാർത്ഥികൾ, എസ്എഫ്ഐ, കെഎസ്യു വിദ്യാർത്ഥികൾ കയറി വരികയായിരുന്നു. അവർ ഈ തർക്കം ഏറ്റെടുത്തു. അവർ തമ്മിൽ ചേരി തിരിഞ്ഞു. അവർ തമ്മിൽ സംഘർഷമുണ്ടായി. ഒടുവിൽ കൂട്ടത്തല്ലിൽ കലാശിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ 10ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റുള്ളത്. ഒരു വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കലോത്സവം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ശരി അനീഷ്, തൃശൂർ മാളയിൽ ഡി സോൺ കലോത്സവത്തിനിടെയാണ് കെഎസ്യു എസ്എഫ്ഐ പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. സംഘർഷത്തെ തുടർന്ന് കലോത്സവം നിർത്തിവെച്ചു. 10ലധികം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.